എഞ്ചിനീയറിംഗ് അഡ്മിഷന് വേണ്ടി കീം റാങ്ക് കണക്കാക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. കീം പരീക്ഷയ്ക്ക് നോർമലൈസ് ചെയ്ത് കിട്ടിയ 300-ലെ മാർക്കും +2 പരീക്ഷയിലെ 2ാം വർഷം കിട്ടിയ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്നീ വിഷയങ്ങളുടെ നോർമലൈസ് ചെയ്ത 300-ൽ കിട്ടിയ മാർക്കും രണ്ടും കൂടെ 600-ൽ എത്ര മാർക്ക് കിട്ടി എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് കീം റാങ്ക് കണക്കാക്കുന്നത്. ഏതെല്ലാം രീതിയിൽ +2 മാർക്ക് നോർമലൈസ് ചെയ്യാം എന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. 1. മിനിമാക്സ് നോർമലൈസേഷൻ മെത്തേഡ്. ഇത് കുട്ടിക്ക് കിട്ടിയ മാർക്കും കുട്ടി പഠിച്ച ബോർഡിലെ കുട്ടികൾക്ക് കിട്ടിയ മിനിമം മാർക്കും മാക്സിമം മാർക്കും കണക്കാക്കിയാണ് മാർക്ക് നോർമലൈസ് ചെയ്യുന്നത്. ഈ രീതിയിലുള്ള നോർമലൈസേഷൻ കേരളത്തിൽ പ്രായോഗികമല്ല. 2. സെറ്റ് സ്കോർ നോർമലൈസേഷൻ അല്ലെങ്കിൽ സ്റ്റാൻഡർഡൈസേഷൻ. ഇപ്പോൾ ഈ മെത്തേഡിലാണ് തുടർന്നു വരുന്നത്. വിവിധ ബോർഡിലെ ആവറേജ് മാർക്കും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കണക്കാക്കിയാണ് മാർക്ക് നോർമലൈസ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ സ്റ്റേറ്റ് ബോർഡിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്നീ വിഷയങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടിയ കുട്ടികൾക്ക് ചില വർഷം 300-ൽ 44 മാർക്ക് വരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. CBSEയിൽ ചില വർഷം 300-ൽ 8 മാർക്ക് വരെ അധികം ലഭിച്ചിട്ടുണ്ട്. ഇത് സ്റ്റേറ്റ് ബോർഡിൽ പഠിച്ച മിടുക്കരായ കുട്ടികൾക്ക് ദോഷം ചെയ്യും. 3. പെർസെൻറ്റേജ് ബേസ്ഡ് നോർമലൈസേഷൻ അഥവാ റാങ്ക് നോർമലൈസേഷൻ. ഇത് പ്രകാരം ഓരോ ബോർഡിലെയും കുട്ടികളുടെ പെർസെൻറ്റേജ് റാങ്ക് സ്കോർ കണക്കാക്കുക. ഓരോ ബോർഡിലും 3 വിഷയങ്ങൾക്കും ഫുൾ മാർക്ക് കിട്ടിയ കുട്ടികൾക്ക് പെർസെൻറ്റേജ് സ്കോർ 100 ആയിരിക്കും. അതാത് ബോർഡിലെ ഓരോ കുട്ടികളുടെയും പെർസെൻറ്റേജ് സ്കോർ കണക്കാക്കുക. ഈ പെർസെൻറ്റേജ് സ്കോർ ഉപയോഗിച്ച് 300-ൽ കിട്ടിയ മാർക്ക് കണക്കാക്കുക. ഇതാണ് +2 മാർക്ക് നോർമലൈസ് ചെയ്യാൻ കേരളത്തിൽ ഏറ്റവും അനുയോജ്യമായ മാർഗം.